അഡ്വക്കേറ്റ് പ്രമോദ്, അൻവറിൻ്റെ തുറന്നു പറച്ചിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതെന്തെങ്കിലും ചലനങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കുമോ? മാത്രമല്ല നോക്കൂ, കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്ത CPM സഹയാത്രികനായിട്ടുള്ള ഒരു MLA ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അൻവറിന് ഒരു ക്ലീൻ പശ്ചാത്തലമൊന്നുമില്ല, നമുക്ക് അറിയാം. കളങ്കിതനായിട്ട് ഒരു വ്യക്തി ആ ഒരു കാറ്റഗറിയിൽ നമ്മുടെ VSൻ്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന ആളാണ്. പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിൻ്റെ തുറന്ന പറച്ചിലിൽ പലതും ഗൗരവത്തോടെ എടുക്കേണ്ടതല്ലേ? ഇതില് അനിൽജി രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് ഇതിൽ എന്തായാലും മറുപടി പറയാതെ പറ്റില്ല. കാരണം അൻവറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ഒരു MLA ആണ്. അതും ഭരിക്കുന്ന പാർട്ടിയുടെ ഇതിൽ പെട്ടിട്ടുള്ള അവരുടെ അലയൻസിൽ പെട്ടിട്ടുള്ള ഒരു MLA, LDFന്റെ MLA. അദ്ദേഹം റേസ് ചെയ്യുന്ന അലിഗേഷൻ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം, അല്ലാതെ ഇത് വെച്ചോണ്ടിരിക്കുകയല്ലോ ചെയ്യാ. ഇപ്പൊ BJPയുടെ സാറ് പറയുന്നത് ഞാൻ കേട്ടു, അദ്ദേഹം പങ്ക് കച്ചവടം, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് പൊട്ടന്മാർ. അൻവർ പറഞ്ഞത് ഒരു കാര്യമാണ്, ഇന്ത്യൻ ശ്രദ്ധിച്ചു, മേലെ തട്ടിൽ ഇവർ തമ്മിൽ വലിയൊരു ഐക്യ ലീഡർമാര്, സാധാരണ ജനങ്ങളും സാധാരണ വർക്കേഴ്സും അവര് പൊട്ടന്മാര്. ഞാൻ ചോദിക്കുന്നത്, അൻവർ കള്ളക്കടത്തിൽ പങ്കാളിയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാള് നമ്മുടെ CM വായടച്ചിരുന്നു, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വായടച്ചിരുന്നു? അത് ഈ ഒരു വിഷയം വരേണ്ടി വന്നു. ഇനി അതുപോലെ തന്നെ LDFന്റെ ബൽദേവ് സാർ പറഞ്ഞു, എന്താ പറയാ, അൻവറിന്റെ എല്ലാം നേരത്തെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന, മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, CPMന്റെ ജില്ലാ സെക്രട്ടറി, ഇന്ന് വരെ ഒരു നടപടി, ഒരു വർത്താനം അതിനെതിരെ പറയുന്നില്ലല്ലോ. അൻവർ പറഞ്ഞതിനെതിരെ ഒരക്ഷരം. ഇത് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ് ഞാൻ. അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂർ വിഷയം വരുമ്പോ തൃശ്ശൂരിലെ ഒരു CPM-കാരും വിട്ടില്ല. അതുപോലെയാണ് മലപ്പുറത്തെ. ഇനി CM നടത്തിയ ഒരു പ്രസ്താവന തികച്ചും വർഗീയത അവിടെയാണ് ഞാൻ കാണുന്നത്. കാരണം സംസ്ഥാനത്ത് 14 ജില്ലകളിൽ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ. അതിനും ഇന്ന് അൻവർ മറുപടി പറഞ്ഞു. കരിപ്പൂരി വിമാനത്താവളം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലല്ല, അത് കോഴിക്കോട് ജില്ലയിലാണ്. പേര് വരുന്ന എന്താ? മലപ്പുറം ജില്ല. ഇനി ഈ ഗോൾഡിന്റെ ഞാൻ കമാൽ പാഷ സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടു, ഗോൾഡിന്റെ ഒരു ചെറിയ ടൗൺ, അത് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിലാ. അപ്പൊ എന്തിനാണ് ഇവിടെ ഇപ്പൊ LDF-കാർ പറയുന്നത് അവര് വർഗീയത പറയാൻ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് പറഞ്ഞത്? ഇനി എന്തുകൊണ്ട് ഇവരൊന്നും മിണ്ടുന്നില്ല? ഒരു കാര്യം അൻവർ പറഞ്ഞതില് 100% നമുക്കറിയാം. കാരണം ഈ പറയുന്ന ADGP ആയാൽ അദ്ദേഹത്തിന് എല്ലാ ജില്ലകളിലും അവരുടേതായ യൂണിറ്റ് ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചോളൂ, എല്ലാ സ്ഥലത്തും ഗോൾഡ് സ്മഗ്ലിംഗ്, അതിന് വേണ്ടിയിട്ട് ഒരു പോലീസിന്റെ ഒരു സ്ക്വാഡ് ഉണ്ട്. വർഷങ്ങളായിട്ടിരിക്കുന്ന പോലീസുകാരാണ്, ഒരു മാറ്റമില്ല. ഇവരുടെ വരുമാനം എന്ത്, ഇവരുടെ എന്താ പറയാ ആസ്തി എന്ത്, എന്താണ് CM അതിൽ ചിന്തിക്കാത്തത്? ഇനി അടുത്തത്, ഇന്നത്തെ പത്രസമ്മേളനം ഏകദേശം 2 മണിക്കൂർ ഇരുന്ന് ഞാൻ കണ്ടതാ. കാരണം ഈ ഡിബേറ്റ് ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും പറയണം. അതിൽ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം എടുത്തു കാണിച്ചതിനൊന്നും എനിക്ക് പലതരത്തിന്റെ ഒരു മറുപടി അതിൽ കിട്ടിയാൽ നന്നായിരിക്കും. കാരണം അദ്ദേഹം എടുത്തു കാണിച്ചു, ADGP മേടിച്ച സ്ഥലത്തിന്റെ ആധാരം എടുത്തു കാണിച്ചു. അദ്ദേഹം ചോദിച്ചാൽ എന്താണ് തെറ്റ്? അതായത് ഏതൊരു രജിസ്റ്റർ ഓഫീസിൽ പോയാൽ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അനങ്ങിയില്ലല്ലോ. 36 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് അടച്ചിരിക്കുന്നു മേടിക്കുമ്പോൾ. രണ്ടാമത് അത് വിൽക്കുമ്പോൾ 66 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് മേടിച്ചിരിക്കുന്നു. ഏത് പോലീസ് ഓഫീസർ എബവ് ദ റാങ്ക്, എന്റെ കറക്റ്റ് ആണെങ്കിൽ SIക്ക് മേലെയുള്ളവർ സ്ഥലം മേടിക്കണമെങ്കിൽ പെർമിഷൻ ഒക്കെ വേണം. എന്തുകൊണ്ട് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഇങ്ങനെ ഇതേ വ്യക്തി? അപ്പോ ഇതില് അൻവർ എന്തോ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആവട്ടെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിനെ എല്ലാ പ്രസ് കോൺഫറൻസിലും അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അയാൾ എവിടെയാണ് എതിർക്കുന്നത്? അദ്ദേഹത്തോട് ഉറപ്പ് കൊടുത്തു, മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു, പാർട്ടി സെക്രട്ടറി ഉറപ്പ് കൊടുത്തു പരിശോധിക്കാമെന്ന് ഉറപ്പ് കൊടുത്ത പിറ്റേ ദിവസം വന്ന് പറയുന്നത് ക്ലീൻ ചിറ്റാണ്, വിത്തൗട്ട് ഈവൺ ആൻ എൻക്വയറി. അത് ശരിയാണോ? അത് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാരൊന്ന് പറയണം. കാരണം സാധാരണക്കാര് ഒരു കാര്യം കറക്റ്റാ, കേന്ദ്ര ഗവൺമെന്റിന് ഇതിൽ ഇന്റർഫിയർ ചെയ്യാം, ഗവർണർക്ക് ഇന്റർഫിയർ ചെയ്യാം. ഇന്ന് അൻവറിന്റെ മീറ്റിംഗ് ശ്രദ്ധിച്ചോ? അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്,
മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ തന്നൊരു പരാതി ഉണ്ടെന്ന്. അല്ല, അദ്ദേഹം പറഞ്ഞു എല്ലാം ഒരു ജുഡീഷ്യൽ എൻക്വയറി വരട്ടെ എന്ന്. ധൈര്യമില്ല ഇപ്പോഴും. അയാൾ കള്ളനാണെങ്കിൽ വരട്ടെ. അപ്പൊ അയാളാണ് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കഥകളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ അയാളും വരണം. ഒരു ജുഡീഷ്യൽ എൻക്വയറി, അത് റിട്ടയർ ചെയ്ത് ഇവർക്ക് അനുകൂലമായ ജഡ്ജസിനെ വെച്ചിട്ടല്ല. ആ കോമഡി നമ്മൾ കുറെ കണ്ടതാ. സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു സംഘം വെക്കട്ടെ. അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവർ പിടിക്കപ്പെടുമല്ലോ. എന്റെ ചോദ്യം, പി ശശിയെ പോയി കണ്ടു, അൻവർ കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, ഇല്ലീഗലാണ് ആയതുകൊണ്ട് പി ശശി സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് പി ശശിയോട് ദേഷ്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഇല്ലീഗലായിട്ട് അൻവർ ചോദിക്കുന്നത് ഒരു ഗവൺമെന്റിൽ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിനാണ്. ഈസ് പെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഒരു അന്യായമായ കാര്യം MLA അല്ല ആര് ചോദിച്ചാലും അതും വരും വിജിലൻസിന്റെ പരിധിയില്. എന്തുകൊണ്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തില്ല? ഇല്ലീഗലായിട്ട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കെതിരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ് അത്. ഇതെന്താ സാധാരണക്കാരെ പൊട്ടന്മാരാക്കരുത്. ഈ നാട്ടിൽ നടക്കുന്നത് എന്താ? ഈ കാട്ടിലെ തടി തേവരട ഇപ്പൊ ഭരണത്തിലിരിക്കുന്നു അവർ. ഇപ്പൊ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, എത്രയോ കേസുകൾ സെറ്റിൽമെന്റ് ആയി പോയി. ഈ പാവപ്പെട്ട മരണപ്പെട്ടവരുടെ മക്കളാണ്, അവരുടെ വീടുകൾക്കേ നഷ്ടമുള്ളൂ. ഈ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? പറയട്ടെ, ഏത് പാർട്ടിയുടെ എടുത്തോളൂ നിങ്ങൾ. പിന്നെ ഇനി ഞാൻ രണ്ട് കാര്യം കൂടി പറഞ്ഞൊന്ന്, കാരണം ഇതില് ഗവർണർക്ക് എന്ത് വന്നാലും ഇതിലൊരു നടപടി ആവശ്യപ്പെടാം. കാരണം ഇത് IPS ഉദ്യോഗസ്ഥനാണ് ഈ അജിത് കുമാർ. അദ്ദേഹം ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ഗവർണർ എന്താ പറയാ യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിന്റ്മെന്റുകൾക്കെതിരെ പറയുന്നുണ്ടല്ലോ. ഒരു ADGP ഇസ് നോട്ട് എ സ്മോൾ പോസ്റ്റ്. അയാൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ IPS വരുന്നത് കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്രമാണ്. അതും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി, രാജ്യത്തിന്റെ സമ്പത്തിനെതിരെയുള്ള ആക്ടിവിറ്റി. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇപ്പൊ ഇത് ചോദിക്കുമ്പോ എന്തായാലും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഓരോ ചർച്ചകളിൽ വരുന്ന ആൾക്കാരാണ്. ഇത് തന്നെയല്ലേ സാധാരണക്കാരും ചോദിക്കുന്നത്? കരുവന്നൂര് കേസ് ഉണ്ടായി, സ്വപ്ന സ്മഗ്ലിംഗ് കേസ് ഉണ്ടായി, എല്ലാം പെൻഡിങ്. പിന്നെ അനിൽ നമ്പ്യാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അത് അനിൽ നമ്പ്യാർ ഒരു സഖാവാണെന്നാണ് എന്റെ വിശ്വാസം. പഴയ ഒരു SFI കാരനാണ്, കോളേജിലാണ്. ഞാൻ അന്വേഷിച്ച് മനസ്സിലായി, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെല്ലാം തന്നെ, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ്, ED, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇതിലെല്ലാം CPMകാരുണ്ട്. ഭരണത്തിൽ വരുമ്പോ പോലീസിൽ ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ, ഭരണം ആർക്കാണോ അതിന്റെ ഒപ്പം പോലീസുകാർ എല്ലാവരും. പോലീസ് അസോസിയേഷൻ ഇലക്ഷൻ വരെ അങ്ങനെയാ. അപ്പൊ ഏത് കാലത്ത് അത് അന്വേഷിച്ച് ശരിയാവുക? അതില് അൻവർ ചോദിച്ചാല് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് എന്താ ചെയ്യേണ്ടത്? ഇത് ഒരു സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് എൻക്വയറി ഇല്ല. ഇതില് കള്ളത്തരമുണ്ടെങ്കിൽ അൻവറിനെതിരെ നടപടി എടുക്കണം. അതിനുള്ള ചങ്കൂറ്റുണ്ടോ? അയാൾ വെല്ലുവിളിക്കുന്നു. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടു, കോൺഗ്രസ് അനങ്ങുന്നില്ല, BJP സൈലന്റ്. BJP ഇവിടെ ഭരണത്തിലില്ല, ഒരു MLA പോലും ഇല്ല. ഓക്കെ, സ്റ്റിൽ പത്മനാഭൻ സാറേ, BJP ക്യാൻ ഓൾസോ റിവോൾട്ട്. കാരണം ഈ അജിത് കുമാറിനെതിരെ തൃശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞിട്ടുള്ള അലിഗേഷൻ ഉണ്ട്. ഈ അജിത് കുമാറിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള എത്രയോ കേസുകളുണ്ട്. ഇതില് സുരേഷ് ഗോപി തൃശ്ശൂര് ജയിച്ചത് അജിത് കുമാറിന്റെ കഴിവാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. LDFനും UDFനും പറ്റിയ മണ്ടത്തരം കൊണ്ട്. കാരണം ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനികളെ പ്രോക്ക് ചെയ്യാൻ വേണ്ടി കിരീടം എന്ന് പറഞ്ഞ കള്ളത്തരം കൊണ്ടുവന്നു, അടുത്ത എൻഡില് പൂരം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ടുവന്നു. രണ്ടും പാളി ജനങ്ങളുടെ മുന്നില്. പിന്നെ ഒരു എന്താ പറയാ മീഡിയ ലേഡീനെ കൊണ്ടൊരു പരാതി. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലാണ് അദ്ദേഹം ജയിക്കുന്നത്. ഇനി തൃശ്ശൂർ പൂരം, ഈ അജിത് കുമാർ 2 ദിവസം മുമ്പ് ഇവിടെ ഉണ്ട്. അനിലെ, നിങ്ങളൊന്ന് നോക്കണം അനിൽ സി, ഇയാൾ താമസിച്ച ഹോട്ടല് ഇയാൾ എവിടെയായിരുന്നു? അത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണോ? രാമനിലയം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസാ. അവിടെ താമസിക്കാതെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നു. ഇവിടുത്തെ MLA എവിടെ പോയി? P. ബാലചന്ദ്രൻ പൂരത്തിന്റെ അന്ന് കണ്ടനില്ലല്ലോ. ചിലപ്പോ ഒരു പക്ഷേ തൃശ്ശൂർ പൂരമായത്, അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയരുത്. തൃശ്ശൂർ പൂരമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഗസ്റ്റും ആഘോഷമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്റെ ചോദ്യം, ഡ്യൂട്ടിക്ക് വന്ന ആളാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തിന് താഴെ ഒരു ലേഡി DIG ഉണ്ട്, മധ്യമേഖല DIG. ഇവരൊക്കെ എവിടെയായിരുന്നു? ഞാൻ ഇപ്പോഴും പറയാം, അങ്കിത് അശോക് അദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുക്കുന്നതൊക്കെ ഇയാളായിരിക്കുള്ളൂ. അല്ലാതെ എങ്ങനെ പറ്റും ഒരു ADGPനെ ഡയറക്ട് ചെയ്യാൻ പറ്റുമോ? അങ്കിത് അശോകിന് ഒരു സുദർശൻ എന്ന് പറഞ്ഞ ഒരു ACP ആയിരുന്നു ഇവിടെ. അവരെ ബലിയാടാക്കി ഇവര് ഊരുന്നു. ഇത് രണ്ടും
ഈ തൃശ്ശൂര് കേസും അതുപോലെ തന്നെ ഈ പറയുന്ന അൻവറിന്റെ അലിഗേഷനിൽ പറഞ്ഞിട്ടുള്ള സ്മഗ്ലിംഗ് കേസും അതുപോലെ അനിൽജി ശ്രദ്ധിക്കൂ, വക്കീലാണല്ലോ ബൽദേവൻ സാറേ റിക്കവർ ചെയ്യുന്നത് 900 ഗ്രാം. അത് എങ്ങനെയാണ് 400 ഗ്രാമായിട്ട് കോടതിയിൽ റെക്കോർഡ് ചെയ്യണത്? എവിടെയാണ് സാറേ? ഏത് നിയമപ്രകാരമാണ് അത് റിക്കവർ ചെയ്യുമ്പോൾ അത് സീൽ ചെയ്ത് വന്ന് അതിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, കോടതിയിൽ ഒരു ഡോക്യുമെന്റ് കാണാനില്ല. ദാറ്റ് ഇസ് അനദർ തിങ്. എന്തുകൊണ്ട് ഹൈക്കോടതി ഇതൊക്കെ കണ്ടു മിണ്ടാണ്ടിരിക്കുന്നത്? ഹൈക്കോടതി വായടച്ചിരിക്കുന്നു. അല്ലാത്തവിടെയൊക്കെ കയറി വേഗം ഇടപെടുന്നതാണല്ലോ. ഇന്ന് അൻവർ പറഞ്ഞ ഒരു അലിഗേഷൻ അതാ. മഞ്ചേരി കോടതിയില് ഒരു റെക്കോർഡ് കാണാനില്ല. എത്ര ഗ്രാം ആണെന്ന് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതില് റെക്കോർഡ് കാണാനില്ല. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും ഈ യൂണിയൻ, അതായത് ജുഡീഷ്യറിയും പോലീസും ഒരു കാലത്തും ഈ യൂണിയന്റെ അണ്ടറിൽ പാടില്ല. ഒരു പൊളിറ്റിക്കൽ യൂണിയൻ അവിടെ പാടില്ല. അത് ഇപ്പോ നമ്മള് എന്താ പറയാ, ആക്ട്രസിനെ ഇത് ചെയ്ത കേസിന് എന്താ പറയാ, പെൻഡ്രൈവ് ഹാഷ്ടാഗ് പൊട്ടിയത് എങ്ങനെ? ഒരു ചോദ്യമില്ല. കുറെ നാൾ അതിനുവേണ്ടി എല്ലാവരും ഓളിയിട്ടു. അത് പൊട്ടിച്ചതാര്? ആ വെറും ഒരു ബെഞ്ച് ക്ലർക്കിന് മാത്രം. ഒരു നടപടി അതിനും ഉണ്ടായില്ല. അപ്പൊ ഇത് സാധാരണ ജനങ്ങളെത്തും മണ്ടന്മാരാണ്. ഇതിങ്ങനെ കുറെ നാളത്തേക്ക് ഒരു ലൈവ്. ഇപ്പോ ഈ നാടകങ്ങൾ നിൽക്കണം. അതിനെന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഈ പറയുന്ന ഒരു എൻക്വയറി വെക്കട്ടെ. അയാൾ ഓപ്പൺ ആയിട്ട് പറയുന്നു, ഇനി മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ പി ശശിക്കോ അല്ലെങ്കിൽ അജിത് കുമാറിനോ ഇതേപോലത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റി മിസ്റ്റർ അൻവർ ചെയ്തിട്ടുണ്ട്, അതിന് ഞങ്ങൾ കൂട്ടു നിൽക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ഒരു പരാതി കൊടുത്തിട്ട്. അഡ്വക്കേറ്റ് പ്രമോദ്, അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ടെലിഫോൺ ചോർത്തി എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റമല്ലേ? ഈ നിമിഷം വരെ അൻവറിനെതിരെ ഒരു കേസ് എടുത്തിട്ടില്ല. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അനിൽജി. ഇവിടെ പണ്ടൊരു DIG ഉണ്ടായിരുന്നു, മോൺസൺ മാവുങ്കൽ കേസിലൊക്കെ പെട്ടാണ്. അദ്ദേഹം ഇവിടെ ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞത്, മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലുമാണ് ഡയറക്റ്റ് XP-മാർക്ക് ഇത് എടുക്കാൻ പറ്റുക. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പല സ്ത്രീ വിഷയങ്ങളിലും അദ്ദേഹം ഫോൺ ചോർത്തി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ആ DIG-ക്ക് ഇവിടെ. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു കാര്യത്തിൽ ചെയ്തു അദ്ദേഹം. അപ്പൊ എന്റെ കക്ഷി എന്നോട് പറഞ്ഞത്, സാർ DIG സാർ എടുത്തു തന്നാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം ഭർത്താവിനെതിരെയുള്ള ഫോൺ കോളുകൾ ചോർത്തി കൊടുക്കാൻ നിൽക്കുന്നു. ഇതുപോലെ കോമാളിത്തരം കാണിക്കുന്ന ആളുകൾ എന്തൊരു ഇത് കേരളം. എല്ലാവരും പറയും നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിന്റെ ഇതെന്താ പറയാ കൊടുമുടിയിൽ നിൽക്കുന്നു. നമ്മുടെ എവിടെയാണ് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഈ മണ്ടത്തരങ്ങൾ നടക്കുന്നത്? ഇതിപ്പോ UP-യിലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ഞാനിതിൽ എന്താ വെച്ചാൽ BJP ആയാലും പത്മനാഭ സാറിനോടുള്ള റിക്വസ്റ്റ് ഇത്രയാണ്, നിങ്ങളും ഈ വിഷയത്തിൽ ജനങ്ങളുടെ കൂടെ നിന്ന് ഇതിലൊരു കേന്ദ്ര അന്വേഷണം. കാരണം അൻവർ ഇത് പറഞ്ഞാല് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുണ്ട്, അത് കേന്ദ്ര അന്വേഷണം കൊണ്ടുവരണം. ഇത് ചെയ്യാതെ ഇരുന്നാൽ ഈ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള പ്രഹസനം എല്ലാ പാർട്ടിക്കാരും നിർത്തേണ്ടി വരും.